22 മുതൽ 4-ാം അധ്യായം മുഴുവനും ഒരു പ്രത്യേക വിഷയമാണ് ഇവിടെ പൗലോസ്ലീഹ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തുവേശുവിന്റെ ക്രൂശിലെ മരണം മുഖാന്തരം ദൈവം ആ കാൽവറി ക്രൂശിൽ തന്റെ നീതിയെ വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മറ്റു വാക്കിൽ പറഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണം. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നമ്മൾ 3-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ളതാകുന്ന ആ വേദഭാഗം 1-2 ആഴ്ചകൾ നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിച്ചു. എങ്കിലും എൻ്റെ ചിന്ത കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്നാലാവോളം അത് ലളിതമായിട്ട് സംസാരിപ്പാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ വിശ്വാസത്താലുള്ള നീതീകരണം, അല്ലെങ്കിൽ കർത്താവിന്റെ ക്രൂശിൽ കൂടെ നമ്മൾ കാണുന്ന ആ ദൈവനീതിയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് അവിടെ നമ്മൾ അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ നീതീകരണത്തിന്റെ ഉറവിടമെന്ന് പറയുന്നത് ദൈവവും അവിടുത്തെ കൃപയുമാണ്. ദൈവത്തിന്റെ ഇനീഷ്യേറ്റീവിലാണ് സകല കാര്യങ്ങളും ദൈവം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദൈവം അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത്, അല്ലെങ്കിൽ ഒരു ആ ദൈവം തന്നെ ആ കാര്യങ്ങൾ ചെയ്യാനുള്ളതാകുന്ന അടിസ്ഥാനമെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ആ 3 വാക്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, 24 മുതൽ 26 വരെ. അതിനോടുള്ള ബന്ധത്തിൽ ക്രൂശ് മുഖാന്തരം ദൈവം എങ്ങനെയാണ് നമ്മളെ നീതീകരിക്കുന്നത്, നമ്മൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഒന്ന്, ക്രൂശിലെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 2, പ്രായശ്ചിത്ത ബലിയെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. 3-ാമതായിട്ട് ദൈവത്തിന്റെ നീതിയെ ദൈവം ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ഈ കാര്യം ഒരു ചെറിയ ഇലുസ്ട്രേഷൻ കൊണ്ട് വ്യക്തമാക്കി നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഞാൻ എവിടെയോ ഒത്തിരി നാളുകൾക്ക് മുൻപ് വായിച്ച ഒരു ചെറിയ സ്റ്റോറി ഓർക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒരു പട്ടണത്തില് ഒരു നല്ല നീതിമാനാകുന്ന ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും വളരെ പ്രിയമായിരുന്നു. ആ പട്ടണത്തിൽ തന്നെ സാധുവാകുന്ന, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നുമില്ലാതിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയോ ഈ മനുഷ്യൻ ഒരു കുറ്റകൃത്യത്തില് അകപ്പെട്ടു. അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ആ രാജ്യത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തില് അവനെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജഡ്ജിയായിരിക്കുന്ന മനുഷ്യൻ, ആ വളരെ നീതിമാനാകുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ആ നല്ല മനുഷ്യൻ, ആ ജഡ്ജി, അദ്ദേഹം ഈ വ്യക്തിയുടെ കേസ് പരിഗണിച്ചു. പ്രോസിക്യൂട്ടർ പറഞ്ഞതനുസരിച്ച് കേസിന്റെ ഗൗരവം എന്താണെന്നും മറ്റുമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ഈ ജഡ്ജി ഒരു കാര്യം ചെയ്തു. നമ്മുടെ നിയമം അനുസരിച്ച് നീ കുറ്റക്കാരനാണോ, അല്ലെങ്കിൽ ഡു യു പ്ലീഡ് ഗിൽറ്റി? അവൻ പറഞ്ഞു, യെസ്, ഐ പ്ലീഡ് ഗിൽറ്റി. നീ കുറ്റക്കാരനാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ദേശത്തെ നിയമം അനുസരിച്ച് നീ ഒരു വലിയ തുക പിഴയായിട്ട് കൊടുക്കണം. ഒരു വലിയ എമൗണ്ട്, അവന് കൊടുക്കാൻ കഴിയാത്ത ഒരു വലിയ എമൗണ്ട് അദ്ദേഹത്തിന് പിഴയായിട്ട് വിധിച്ചു. ആ ജഡ്ജിക്കും നന്നായിട്ട് അറിയാം ആ മനുഷ്യന് കൊടുക്കാനുള്ള വകയില്ലെന്ന്. എങ്കിലും എന്ത് ചെയ്യാനാ? അദ്ദേഹം നീതിമാനാകുന്ന ഒരു മനുഷ്യനാ. നിയമത്തിന്റെ ആ വ്യവസ്ഥയെ ലംഘിച്ച്, അല്ലെങ്കിൽ നിയമത്തെ അതിജീവിച്ച്, അതിനെ അതിർക്കടന്ന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിയമം സംതൃപ്തമാക്കപ്പെട്ടേ തീരൂ. നിയമത്തിന് സംതൃപ്തി ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ആ കുറ്റം ചെയ്ത വ്യക്തി പിഴ ഒടുക്കണം.
പക്ഷെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് കഴിയുകയില്ലെന്ന് അദ്ദേഹത്തിനും അറിയാം, ഈ ജഡ്ജിക്കും അറിയാം. ആ സ്റ്റോറി ഇങ്ങനെയാണ്. ആ ജഡ്ജി തൻ്റെ സ്ഥാനവസ്ത്രമൊക്കെ അണിഞ്ഞ് ആ ശിരോവസ്ത്രമൊക്കെ ധരിച്ച് തൻ്റെ സ്ഥാനത്ത് ആ കസേരയിൽ താൻ ഇരുന്നു കൊണ്ട് ആ വിധി പുറപ്പെടുവിച്ചു. എന്നിട്ട് അദ്ദേഹം മറ്റൊന്ന് ചെയ്തു. നേരെ അദ്ദേഹം തൻ്റെ ചേംബറിലേക്ക് പോയി തൻ്റെ സ്ഥാനവസ്ത്രമെല്ലാം അവിടെ അഴിച്ചു വെച്ചു. തൻ്റെ അധികാര വസ്ത്രമൊക്കെ അവിടെ അഴിച്ചു വെച്ചേച്ച് നേരെ ഇറങ്ങി കോർട്ടിൽ പിഴയൊടുക്കുന്ന സ്ഥലത്ത് വന്നു. അവിടെ വന്നിട്ട് ആ മനുഷ്യന് എത്രമാത്രമാണോ പിഴ വിധിച്ചത് അത് മുഴുവൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു തീർത്തു. പ്രിയമുള്ളവരെ, ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയൊന്നുമല്ല. എങ്കിലും ദൈവം ചെയ്ത ആ കാര്യത്തെ തെളിയിക്കുന്ന ഒരു വിഷയമാണ്. ന്യായപ്രമാണം അനുസരിച്ച് നമ്മളെല്ലാവരും കുറ്റക്കാരാണ്. ദൈവിക ന്യായപ്രമാണം അനുസരിച്ച്, ദൈവിക നീതി അനുസരിച്ച് നമ്മൾ കുറ്റക്കാര് തന്നെയാണ്. നമ്മുടെ കുറ്റത്തിന് അതിന്റെ പിഴ കൊടുത്തു തീർക്കാൻ നമുക്ക് കഴിയത്തില്ലെന്ന് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം. എന്നാൽ അതറിയാവുന്നവനാകുന്ന ദൈവം തൻ്റെ ആ സ്ഥാനമൊക്കെ ഉപേക്ഷിച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, God gave himself for us to deliver us from himself. തന്നിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ദൈവം നൽകി. ഇതാണ് കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്ന അവസാന വാക്യത്തിൽ നമ്മൾ കണ്ടു. നീതീകരിക്കുന്ന ദൈവത്തിന്റെ നീതി പ്രദർശിപ്പിക്കുമ്പോൾ താൻ നീതിമാനാകണം എന്ന് പറഞ്ഞാൽ കുറ്റവാളിയെ ശിക്ഷിച്ചിരിക്കണം, ദൈവം നീതിമാനാകണം. അതേസമയം തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ രക്ഷിക്കുകയും വേണം. അങ്ങനെ ആ ദൈവനീതിയുടെ പ്രദർശനമാണ് ക്രൂശ് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തി. മൂന്നാമത്തെ ഒരു വിഷയം കൂടെ ചിന്തിച്ച് നമ്മൾ പെട്ടെന്ന് മുൻപോട്ട് പോവുകയാണ്. മൂന്നാമത്തെ വിഷയം എന്നുള്ളത് ഈ വിശ്വാസത്താലുള്ള നീതീകരണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ അതിന്റെ തുടക്കം എന്നുള്ളത് ദൈവവും ദൈവത്തിന്റെ കൃപയുമാണ്. രണ്ട്, കാൽവറി ക്രൂശിന്റെ അടിസ്ഥാനത്തിലാണ്, ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ, ഈ വിശ്വാസത്താലുള്ള നീതീകരണം അനുഭവിപ്പാനായിട്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ അനുഭവമാകുവാൻ ദൈവം വെച്ചിരിക്കുന്ന മീൻസ്, അതിനുള്ള വഴി, അതിനുള്ളതാകുന്ന ഉപാധി എന്ന് പറയുന്നത് വിശ്വാസം. അതിനെക്കുറിച്ച് the means of our justification is faith. വിശ്വാസം എന്ന വാക്ക് ആവർത്തിച്ച് ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കണ്ടു, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ 22-ാം വാക്യം. അതുപോലെ 25-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം. ഈ വേദഭാഗങ്ങളിലെല്ലാം തന്നെ വിശ്വാസത്തെക്കുറിച്ചുള്ളതാകുന്ന ആവർത്തിച്ചുള്ള പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ ആവർത്തിച്ച് വിശ്വാസത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. റിഫോർമേഷന്റെ സമയത്ത്, അല്ലെങ്കിൽ നവീകരണ സമയത്തെ ഒരു പ്രധാനപ്പെട്ട സ്ലോഗൻ എന്നുള്ളത് സോളാ ഫിദെ, ബൈ ഫെയ്ത്ത് അലോൺ, വിശ്വാസത്താൽ മാത്രം. ഇവിടെ പൗലോസ് ലീഹ ഈ വിഷയമാണ്, വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പറയുമ്പോൾ, വിശ്വാസത്താലാണ് ദൈവം ചെയ്തതാകുന്ന ഈ പ്രവൃത്തി നമ്മൾ അനുഭവിക്കുന്നതെന്ന് താൻ പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് അല്പം വിശദീകരണം ആവശ്യം. നമ്മൾ ഇന്ന് മുഴുവൻ
ഈ കാര്യം ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഭാഗത്ത് നിൽക്കാനല്ല താല്പര്യപ്പെടും. നമ്മൾ മുൻപോട്ട് പെട്ടെന്ന് പോകും, 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കും. 4-ാം അധ്യായം മുഴുവൻ പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാൻ പോകുകയാണ് ഇന്ന് കഴിയുമെങ്കിൽ. എന്നാൽ ഈ ഒരു വിഷയമാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പൗലോസ് പറയുന്നതാകുന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം വിശദീകരണം നൽകേണ്ട ആവശ്യം ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ ഒരു അബദ്ധ ധാരണ നമ്മുടെ മനസ്സിലേക്ക് ഒരു പക്ഷേ കയറി വരാൻ സാധ്യതയുണ്ട്. കാരണം ദൈവം, God has done his part and we are doing our part. In other words, God in the cross of the Lord Jesus Christ provided, he contributed the way of salvation, and from our part we contribute faith. അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ദൈവം ക്രൂശിൽ കൂടെ രക്ഷയുടെ മാർഗം ഒരുക്കി നമ്മുടെ ഭാഗത്ത് നിന്ന് വിശ്വാസത്താൽ അതിനെ നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം എന്നതുകൊണ്ട് നാം ചെയ്യുന്ന ഒരു നമ്മുടെ യോഗ്യതയായിട്ട് അതിനെ കരുതുന്ന ഒരു ചിന്ത നമ്മുടെ ഇടയിലുണ്ട്. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് പറയാനുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസത്തെക്കുറിച്ച് ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ അല്ല, ഏതിനോടുമുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മെറിറ്റ്, നമ്മുടെ യോഗ്യതയല്ല നാം ദൈവമക്കളാകുന്നതോ, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നതോ, നമ്മൾ സ്വർഗത്തിൽ ചെന്ന് ചേരുന്നതോ, ഇതൊന്നും നമ്മുടെ യോഗ്യതയല്ല. ദൈവം കരുണ ചെയ്ത് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതും നമ്മൾ വിജയകരമായിട്ട് ജീവിക്കുന്നതും നമ്മൾ സ്വർഗത്തിൽ ചെല്ലാൻ പോകുന്നതും. തോമസ് ഹുക്കർ എന്ന് പറയുന്ന ഒരു പ്യൂരിറ്റൻ സെയിന്റിനെ കുറിച്ച് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. അദ്ദേഹം വളരെ അനുഗ്രഹീതനാകുന്ന ഒരു വിശുദ്ധനായിരുന്നു. കർത്താവിനെ സ്നേഹിച്ചത് തന്റെ ജീവിതകാലത്ത് വിശ്വാസത്താലുള്ള നീതീകരണത്തിനും, അന്ന് ഇംഗ്ലണ്ടില് ദൈവസഭ ഒരുപാട് പീഡനത്തിൽ കൂടെ, വ്യവസ്ഥാപിത സഭയിൽ നിന്ന് പീഡനത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഈ പ്യൂരിറ്റൻ സെയിൻസ് വിശ്വാസത്തിന് വേണ്ടി നിലനിന്നവരാ. അതിലൊരുവനായിരുന്നു തോമസ് ഹുക്കർ. തോമസ് ഹുക്കർ എന്ന് പറയുന്ന ആ വിശുദ്ധന്റെ മരണക്കിടക്കയിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. തന്റെ മരണക്കിടക്കയില് തന്റെ സഭയിലുള്ള എല്ലാ സഹോദരങ്ങളും ഒന്നിച്ച് ചുറ്റും കൂടി നിന്ന് തോമസ് ഹുക്കറോട് പറഞ്ഞു, ഓ, നീ നിമിഷങ്ങൾക്കുള്ളില് നിന്റെ പ്രതിഫലം മേടിക്കാനായിട്ട് സ്വർഗത്തിലേക്ക് പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് ഒത്തിരി സ്വർഗത്തെക്കുറിച്ചും അവിടെ അദ്ദേഹം നേടാൻ പോകുന്ന ആ പ്രതിഫലത്തെക്കുറിച്ചും ഒക്കെ തന്നോട് പറഞ്ഞു. അവസാനമായിട്ട് തോമസ് ഹുക്കർ പറഞ്ഞ ഒരു വാക്കിങ്ങനെയാ. അദ്ദേഹം പറഞ്ഞു, നോ, ഐ എം ഗോയിങ് ടു റിസീവ് mercy and grace. ഞാൻ പ്രതിഫലം മേടിക്കാനൊന്നും പോകുകയല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നത് കരുണയും കൃപയും ലഭിക്കാനായിട്ട് പോകുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, we contribute nothing. Let me make it very categorical. We contribute nothing as far as the salvation of our soul is concerned. നമ്മുടെ യാതൊരു പ്രവൃത്തിയും നമുക്ക് സ്വർഗം നേടിത്തരുന്നില്ല.
ഈ കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ പറയുമ്പം വേറെ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരല്ല. വിശുദ്ധീകരണമെന്നുള്ള മറ്റൊരു ഉപദേശമുണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ആ കാര്യം അത് ഓൾ ടുഗെദർ ഒരു ഡിഫറെന്റ് സബ്ജക്റ്റാണ്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം, കൃപയാലുള്ള രക്ഷയെക്കുറിച്ച്. അങ്ങനെ കൃപയാൽ ആ രക്ഷയെങ്കിൽ വിശ്വാസമെന്നുള്ളത് നമ്മുടെ ഒരു മെറിറ്റായിട്ട്, ഗുണമായിട്ട് നമ്മൾ കാണരുത്. പിന്നെയോ വിശ്വാസത്തിന്റെ ഗുണം ഇരിക്കുന്നത് വിശ്വസിക്കുന്ന വ്യക്തിയിലല്ല, പിന്നെയോ അവൻ ആരെ വിശ്വസിക്കുന്നോ ആ വ്യക്തിയുടെ ഗുണമാണ് വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ അത് എന്റെ ഒരു ഗുണമല്ല, എന്റെ യോഗ്യതയല്ല, പിന്നെയോ എന്റെ കർത്താവ് വിശ്വാസയോഗ്യനാണ്, അവൻ പറഞ്ഞത് അതുപോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത്. അപ്പോൾ ദൈവം തന്റെ കൃപയാൽ നാം രക്ഷപ്പെടേണ്ടതിന് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ സ്വയനീതിയോ സ്വന്തമാകുന്ന പ്രയത്നങ്ങളോ അല്ല, ദൈവത്തിന്റെ കൃപയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 2:8 നമ്മൾ വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പിന്നെ അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. എന്ന് പറഞ്ഞാൽ കൃപയാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള വരം കിട്ടി, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാകുന്നു. അതുപോലെ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും. ആ ഭാഗം മാറ്റാം. വിശ്വസിപ്പാൻ നിങ്ങൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നു? വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പൊല്ലോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ അവിടെ വന്നാറെ കൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ കൃപയാണ് വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നത്. സ്തോത്രം. വിശ്വാസത്തിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദൈവം തന്റെ കൃപയാൽ നമുക്ക് തന്നേക്കുന്നത് ഇങ്ങോട്ട് മേടിക്കുന്നതാണ് വിശ്വാസത്തിന്റെ ഫംഗ്ഷൻ. മനസ്സിലായോ? ദൈവം തന്റെ കൃപയാൽ തരുന്നതിനെ ഞാൻ ഇങ്ങോട്ടിങ്ങ് സ്വീകരിക്കുന്നു, അതാ വിശ്വാസം. അല്ലാതെ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ദൈവം ചില കാര്യങ്ങൾ ചെയ്ത് എന്നെ രക്ഷിക്കുകയുമല്ല, നേരെ മറിച്ച് ദൈവം തന്നതിനെ ഞാൻ കരം നീട്ടി മേടിക്കുന്നതാണ് വിശ്വാസം. അതാണ് കൃപയാൽ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. അത്രയും പറഞ്ഞ് ആ കാര്യങ്ങൾ ഞാൻ മുൻപോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 27 മുതൽ 31 വരെയുള്ളതാകുന്ന വേദഭാഗങ്ങൾ അത് ഞാൻ പെട്ടെന്ന് ഓടിച്ചങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുവാനായിട്ട് പോകുകയാണ്. വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ പൗലോസ് പറയുന്നു. ഈ പറഞ്ഞതിന്റെ പ്രതികരണമായിട്ട് യഹൂദ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകാമാകുന്ന ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് താൻ അതിനുത്തരം നൽകുകയാണ്. അതിലൊന്നാമത്തെ വിഷയം അതിന്റെ 27-ഉം 28-ഉം വാക്യങ്ങളില് പൗലോസ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ പ്രശംസ എവിടെ? എന്ന് പറഞ്ഞാൽ കൃപയാൽ വിശ്വാസം മൂലം ദൈവം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് പ്രശംസിക്കാൻ പിന്നെ ഒന്നുമില്ല. കാരണം വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളാലല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാകുമ്പോൾ പാപി കൃപയാൽ
ദൈവത്തിന്റെ കരുണയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിലാകുമ്പോൾ പിന്നെ അവന് പുകഴ്ചയല്ല ഉണ്ടാകുന്നത്, നേരെ മറിച്ച് അവന് താഴ്മയാണ് ഉണ്ടാകുന്നത്. അവന് താഴ്മ, ദൈവത്തിന്റെ വലിയ കരുണയോർത്ത്, ദൈവത്തിന്റെ വലിയ ദയയോർത്ത്, ദൈവം എന്നോട് കരുണ ചെയ്തല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ താഴ്മയുള്ളവനാകുന്നു. അതുകൊണ്ടാണ് പാപികളിൽ ക്രിസ്തുയേശു ലോകത്തിലേക്ക് പാപികളെ രക്ഷിപ്പാനായിട്ട് വന്നു എന്നുള്ളത് വിശ്വാസ്യവും സകല മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യമാകുന്ന വചനം തന്നെ. എന്നിട്ട് അപ്പോസ്തലൻ അടുത്ത ഒരു സെന്റൻസ് പറയുന്നത് ഇങ്ങനെയാ: ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നോക്കിയേ, ആ പാപികളിൽ ഞാൻ ഒന്നാമനാ. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവകൃപയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ പുകഴ്ചയും നമ്മുടെ പ്രശംസയും ഒക്കെ നമ്മുടെ അച്ചീവ്മെന്റ് ആയിരിക്കുകയില്ല. പിന്നെയോ നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, the more we know God, the more we become aware of our unworthiness. നമ്മുടെ അയോഗ്യതയെക്കുറിച്ച് നമ്മൾ ഏറ്റവും ബോധവാന്മാരാകുകയാണ്. സ്തോത്രം. അപ്പോൾ ഒന്നാമത് പ്രശംസ boasting is ruled out when one understands he is justified by faith and by grace and through faith alone, when he understands that he is a humbled person. രണ്ടാമതായിട്ട് അതിന്റെ 29 30 വാക്യങ്ങളില് അവിടെ പൗലോസ് പറയുന്നതാകുന്ന കാര്യം നമ്മൾ യഹൂദ പശ്ചാത്തലത്തിൽ അവര് ചിന്തിക്കണം. അവിടെ പൗലോസ് പറയുന്നത് അതായത് കൃപയാല വിശ്വാസം മൂലം വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനുമാണ് രക്ഷ ദൈവം തന്നിരിക്കുന്നത്. അത് വിശ്വാസത്താല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താല, എല്ലാവരും ഒരുപോലെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു ജാതി മറ്റൊന്നിന് നേരെ പുകഴുന്നതിന് യാതൊരടിസ്ഥാനവുമില്ല. ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും അഗ്രചർമ്മികളെയും അവൻ നീതീകരിക്കുന്നു. സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ വിഷയം, there is no special favor for Jews but to everyone who believes. വിശ്വസിക്കുന്ന ഏവനും. അപ്പോൾ അവിടെ it unites everybody and it excludes discrimination. സ്തോത്രം. യാതൊരു വിവേചനവുമില്ല, എല്ലാവരും ഒരുപോലെ കൃപയാൽ, ദൈവത്തിൽ ഉള്ളതാകുന്ന ആശ്രയത്താൽ, ക്രിസ്തുവേശുവിൽ ഉള്ളതാകുന്ന വിശ്വാസത്താൽ എല്ലാവരും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് പൗലോസ് വരുന്നു. അതിന്റെ 31 വാക്യത്തിലേക്ക് വരുമ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ് ആ കാര്യം പ്രധാനമായിട്ട് താൻ പറഞ്ഞേക്കുന്നത്. എങ്കിലും അവർക്ക് ന്യായമായിട്ടുണ്ടാകാവുന്ന ഒരു വിഷയം, അങ്ങനെയാണെങ്കിൽ പിന്നെ ന്യായപ്രമാണത്തിന് ഘടകവിരുദ്ധമാണല്ലോ നീ പറയുന്നതെന്നുള്ള ചിന്ത വരും. അങ്ങനെ വരുമ്പോൾ പൗലോസ് അവിടെ പറയുകയല്ല, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഉപദേശം ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയല്ല, നേരെ മറിച്ച് ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണെന്ന് താൻ പറയുക. കാരണം ആദ്യം താൻ പറഞ്ഞു, ഇതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കുകയാണ്. ഈ 31 വാക്യം ഒരു ട്രാൻസിഷനാണ്. അതുവരെ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്നും പെട്ടെന്ന് ഒന്ന് ട്രാൻസിഷനായിട്ട് അടുത്ത വിഷയത്തിലേക്ക്, അതിനോട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പൗലോസ് പ്രവേശിക്കുകയാണ്. ഈ 4 അധ്യായം മുഴുവൻ വിശ്വാസത്താലുള്ള നീതീകരണത്തെ ഉദാഹരണ സഹിതം പഴയ നിയമ തിരുവഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തി പൗലോസ് വിശദീകരിക്കുകയാണ്. സ്തോത്രം. ഇതുവരെ പറഞ്ഞു വന്ന ആ ഉപദേശത്തെ പഴയ നിയമ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഉദാഹരണ സഹിതം വിശദീകരിക്കുകയാണ്
4-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ചെയ്യുന്നത്. സ്തോത്രം. ഓൾറെഡി പൗലോസ് പറഞ്ഞു കഴിഞ്ഞു, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതിന് സാക്ഷ്യം പറയുന്നു. മാത്രമല്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ കാര്യം ആരംഭിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, യഹൂദന്മാരോടുള്ള ബന്ധത്തില് 2 പ്രധാനപ്പെട്ട വ്യക്തികളെ എടുത്ത് വിശ്വാസത്താലുള്ള നീതീകരണം, പഴയ നിയമത്തിൽ അത് തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന സത്യമാണ് എന്ന് താൻ ഉറപ്പിക്കുകയാണ്. അതിന് 2 വ്യക്തികളെയാണ് പഴയ നിയമത്തിൽ നിന്ന് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ഒന്ന്, അബ്രഹാമിനെ കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നു. അബ്രഹാം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഹൈ എസ്റ്റീമിൽ കാണുന്ന വ്യക്തിയാണ്. എല്ലാവർക്കും അബ്രഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുജാതികളുടെ പിതാവെന്നും വിശ്വാസികളുടെ പിതാവെന്നും എന്ന് വേണ്ട ഒത്തിരി പേരുകൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. 2, ദാവീദിനെ കുറിച്ച് പറയുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ദാവീദ്. ഈ 2 വ്യക്തികളെ പൗലോസ് എടുത്തിട്ട് നമ്മുടെ വിശ്വാസത്തിന് ആധാരം പുതിയ നിയമ തിരുവെഴുത്ത് മാത്രമല്ല, പഴയ നിയമ തിരുവെഴുത്തുകൂടെ ഈ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന വിശുദ്ധന്മാരോട് താൻ പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാതികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം we have a rich spiritual heritage. ഒരു വളരെ സമൃദ്ധമായിരിക്കുന്ന ഒരാത്മീക പൈതൃകം ജാതികളാകുന്ന നമുക്കും ഉണ്ടെന്നുള്ളത് പൗലോസ് ഈ 4-ാം അധ്യായത്തിൽ കൂടെ തെളിയിക്കാനായിട്ട് താൻ പരിശ്രമിക്കുകയാണ്. ഇവിടെ നീതീകരണത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമാണ് പ്രധാനമായിട്ട് താൻ പറയുന്നത്. നീതീകരണം എന്ന് പറയുന്നത് ദൈവം നീതിയായി കണക്കിടുന്ന ആ അവസ്ഥയെക്കുറിച്ച് താൻ പറയുന്നു. God reckoning a person or considering a person or crediting a person righteousness, and faith in terms of putting our trust in a person or putting our trust in God, who is the God of creation and the God of resurrection. ഈ 2 കാര്യങ്ങളാണ് പൗലോസ് തുടർന്ന് പറയുന്നത്. ഒന്ന്, കൃപയാല് അല്ലെങ്കിൽ നീതീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അധാർമികനാകുന്ന അഭക്തനാകുന്ന ഒരു വ്യക്തിക്ക് ദൈവം നീതി നൽകുന്നു, നീതി അവന് കണക്കിടുന്നു, അതിനെക്കുറിച്ച് പറയുന്നു. 2, എങ്ങനെയാ ദൈവം നീതി അവന് കണക്കിടുന്നത്? വിശ്വാസത്താല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സൃഷ്ടികർത്താവാകുന്ന ദൈവത്തെ ആശ്രയിക്കുന്നതാണ് വിശ്വാസം. ഈ 2 കാര്യങ്ങളാണ് തുടർന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ പറയുവാനായിട്ട് താൻ താല്പര്യപ്പെടുന്നത്. ആ കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് മുൻപോട്ട് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുക. ഇതിന്റെ 1 മുതൽ 8 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ ഞാൻ ഈ ഭാഗം വളരെ പെട്ടെന്ന് ഓടിച്ചങ്ങ് ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞ് അങ്ങ് മുൻപോട്ട് പോകാം. നമ്മൾ 5-ാം അധ്യായത്തിൽ ചില ക്ലാസ്സുകൾ നമ്മൾക്ക് നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകുന്നത്. ഈ 4-ാമത്തെ അധ്യായത്തില് പ്രധാനമായിട്ട് 1 മുതൽ 8 വരെയുള്ളതാകുന്ന വാക്യത്തിൽ ആദ്യം പൗലോസ് ശ്ലീഹ പറയുന്നത്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവർത്തികളാലല്ല. ആ കാര്യം താൻ പറയുന്നു. 2, 9 മുതൽ 12 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദനയാലല്ല എന്ന് പൗലോസ് പറയുന്നു. അതിന്റെ 13 മുതൽ 17 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ
അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണത്താലല്ല എന്ന് താൻ പറയുന്നു. 18 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണെന്നും ആ വിശ്വാസം എന്താണെന്നും പൗലോസ്ലീഹ വിശദീകരിക്കുന്നു. 23 മുതൽ 25 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ അതിന്റെ ആപ്ലിക്കേഷനാണ്, അതിന്റെ കൺക്ലൂഷനാണ്. അബ്രഹാമിന്റെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും. ഇത്രയും പറഞ്ഞ് ഈ അധ്യായം താൻ അവസാനിപ്പിക്കുക. അത് നമ്മൾ അല്പം വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. ഈ 4-ാം അധ്യായം ഇന്ന് കഴിയുമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്ന റെഫറൻസുകളൊക്കെയും തന്നെ ഈ വിഷയങ്ങളാണ് ആവർത്തിച്ച് എഴുതിയിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ്ലീഹ ഇവിടെ അബ്രഹാമിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും പ്രധാനമായിട്ട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ വംശാവലി. നോക്കിയേ, അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അതേ മാതൃകയിൽ ഇവിടെ ഈ അധ്യായത്തിൽ പ്രവർത്തികളാലല്ല ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് തെളിയിപ്പാനായിട്ട് പഴയ നിയമ തിരുവഴുത്ത് തന്നെ പൗലോസ്ലീഹ ആധാരമാക്കി. അബ്രഹാമിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 3-4 സംഭവങ്ങൾ അല്ലെങ്കിൽ 3-4 എപ്പിസോഡ്സ്, പ്രധാനപ്പെട്ട ആ വിഷയങ്ങള് പൗലോസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ വിളിയെക്കുറിച്ച് പറയുന്നുണ്ട്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ദൈവം തന്നെ വിളിക്കുന്നതിനെ കുറിച്ചുള്ള ആ പ്രത്യേക വിഷയം പൗലോസ്ലീഹ പറയുന്നുണ്ട്. രണ്ടാമത്, ഒരു പ്രത്യേകമാകുന്ന വാഗ്ദത്തം, ആ കാണിപ്പാനിരിക്കുന്ന ദേശം കനാൻ ദേശമാണെന്നുള്ളതിനെ കുറിച്ച് ദൈവം അബ്രഹാമിനോട് പിന്നീട് പറയുന്നതിനെ കുറിച്ചും, മാത്രമല്ല അബ്രഹാമിന്റെ സന്തതി ആ ദേശം കൈവശമാക്കുമെന്നതിനെ കുറിച്ചും, അബ്രഹാമിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പൗലോസ് പറയുകയാണ്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 11-ാം അധ്യായം എബ്രായ ലേഖനത്തിലും വിശ്വാസത്താൽ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇവിടെ ഈ 1 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചു പോകാം. അപ്പോഴങ്ങനെ പോകുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് പ്രധാനമായിട്ട് ചിന്തിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. പൗലോസ് ആരംഭിക്കുന്നത് ഇങ്ങനെയാ. മുകളിൽ ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞു. ന്യായപ്രമാണം നമ്മൾ ഉറപ്പിക്കുകയാണ് ഇത് പറയുന്നതിൽ കൂടെ എന്ന് താൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, എന്നാൽ നമ്മുടെ പൂർവ പിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, ജഡത്തിന്റെ പ്രവർത്തികളാൽ അബ്രഹാം എന്താണ് പ്രാപിച്ചതെന്ന് പൗലോസ്ലീഹ ഇവിടെ ചോദിക്കുകയാണ്. പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ മനസ്സിലേക്ക് അപ്പൊ പെട്ടെന്നൊരു ചോദ്യം ഓടി വരും. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം, ആ കാര്യം ഇപ്പൊ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നീട് വിശദീകരിക്കാം. അബ്രഹാം പ്രവർത്തികളാലല്ല നീതീകരിക്കപ്പെട്ടത്. പിന്നെ എങ്ങനെയാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? ഇവിടെ അബ്രഹാം നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യം താൻ പിന്നെയും ആവർത്തിക്കുകയാണ്. അതായത്, പ്രവർത്തികളാലായിരുന്നു അബ്രഹാം നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് പ്രശംസിക്കുവാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. എന്നാൽ മുകളിൽ പറഞ്ഞു, പ്രശംസ പോയി, അത് വിശ്വാസമാർഗത്താൽ ഇനിയും പ്രശംസിക്കാൻ ഒക്കുകയില്ല എന്ന് മുകളിൽ പറഞ്ഞു. അതേ കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്. എന്നിട്ട് ദൈവസന്നിധാനത്തിൽ ആർക്കും പ്രശംസിപ്പാൻ കഴിയുന്നതല്ല. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന്
നീതിയായി കണക്കിട്ടു. സ്തോത്രം. ഇവിടെ ആ വിഷയം നമ്മൾ അല്പം ഒന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകാം. ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന ആ പദപ്രയോഗം ദൈവമക്കള് ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണമേ. ആ മൂന്നാമത്തെ വാക്യത്തില് തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഇവിടെ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണമുണ്ട്. ഒന്നാമത്, പൗലോസ് ലീഹായുടെ കാലത്ത് തന്നെ പഴയ നിയമ തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തപ്പെട്ടിരുന്ന ഗ്രന്ഥമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ ആ അരുളപ്പാടുകളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ, ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാൻ ദൈവം വെച്ചിരിക്കുന്ന മാധ്യമമായി പഴയ നിയമ തിരുവെഴുത്തിനെ പൗലോസ് ലീഹ ഇവിടെ കാണുകയാണ്. അങ്ങനെ താൻ ഇവിടെ കാണുമ്പോൾ തിരുവെഴുത്ത് പറയുന്നതും ദൈവം പറയുന്നതും ഒരേ നിലയിലാണ് പൗലോസ് ലീഹ ഇവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ, തിരുവെഴുത്ത് എന്ത് പറയുന്നു? ദൈവത്തിന്റെ വചനമാകുന്ന വേദപുസ്തകത്തിലൂടെയാണ് ദൈവം അന്ന് സംസാരിച്ചതെങ്കിൽ ഇന്നും വേദപുസ്തകത്തിൽ കൂടെ തന്നെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം. മറ്റ് ചിന്തകളും ആലോചനകളും ദൂതുകളും കേൾക്കാനായിട്ട് പോയി അബദ്ധത്തിൽ പെടരുത്. അതിന് സെക്കൻഡറി പ്ലേസേ ഉള്ളൂ. തിരുവെഴുത്തിൽ കൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് വേണമെങ്കിൽ പൗലോസിന് എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് തിരുവെഴുത്ത് എന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേദപുസ്തകം അത് ഒരു പ്രസന്റ് ടെൻസിൽ തന്നെ പൗലോസ് അവിടെ ഉപയോഗിക്കുക. തിരുവെഴുത്ത് പറയുന്നത് എന്താണ്? സ്തോത്രം. ഈ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആശ്വാസത്തിനും നമ്മൾക്ക് പ്രയോജനം വരേണ്ടതിനുമാണ് എഴുതിയിരിക്കുന്നതെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു ഒരു വാക്യമുണ്ട്. ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നന്നായിരിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 11-ാം വാക്യം. യെസ്. നോക്കുക, അവർക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് ഭവിച്ചു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇത് എഴുതിയിരിക്കുന്നു. റോമാലേഖനം തന്നെ 15:4 നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവം തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. ഇവിടെ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ കാര്യമൊക്കെ ചിന്തിച്ചതാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. ഒരുവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ അർഹിക്കുന്നതാണ്, അവന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് അവന് ലഭിക്കുന്നത്. എന്നാൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. പിന്നെ താഴോട്ട് ദാവീദിനെ കുറിച്ച് പൗലോസ് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യത്തിലെ കാര്യം കോട്ട് ചെയ്ത ശേഷം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് ദാവീദിനെ കുറിച്ച് പറയുന്നു. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. അധർമ്മം മോചിച്ചും
പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. അപ്പോൾ നീതീകരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് ദൈവത്തിന്റെ നീതി ലഭിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ പാപങ്ങളെ ദൈവം മറച്ചു കളയുന്നു. ഈ കാര്യമാണ് നീതീകരണം എന്നതിനാൽ പൗലോസ്ലീഹ അവിടെ വ്യക്തമാക്കുന്നത്. ഞാൻ മുൻപോട്ട് പോവുകയാണ്. സ്തോത്രം. അടുത്തതായിട്ട്, ഒന്ന്, പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെടുന്നത്. രണ്ടാമതായിട്ട് 9 മുതൽ 12 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദനയാലല്ല എന്ന് പൗലോസ്ലീഹ അവിടെ പറയുകയാണ്. പരിച്ഛേദന എന്നുള്ളതും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളത് നേരത്തെ ആ കാര്യം പഠിച്ചതാണ്. അതുകൊണ്ട് ആ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞങ്ങ് മുൻപോട്ട് പോകുകയാണ്. ഈ പരിച്ഛേദനയെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ പ്രധാനമായിട്ട് താൻ ഉന്നയിക്കുന്നതാകുന്ന ചോദ്യം ഇതാണ്: അബ്രഹാം ആദ്യം നീതീകരിക്കപ്പെട്ടു, എന്നാൽ പരിച്ഛേദന ലഭിക്കുന്നത് 15-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലാണ് അബ്രഹാമിനെ ദൈവം നീതീകരിച്ചു എന്നെഴുതിയിരിക്കുന്നതെങ്കിൽ, പരിച്ഛേദന എന്ന ദൈവം അബ്രഹാമുമായി ചെയ്ത നിയമത്തിന്റെ ഉടമ്പടിയുടെ ജഡത്തിലുള്ള അടയാളമായിരിക്കുന്ന പരിച്ഛേദന ലഭിക്കുന്നത് 17-ാം അധ്യായത്തിലാണ് ഉൽപ്പത്തി പുസ്തകം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നോ, പരിച്ഛേദന അബ്രഹാം നീതീകരിക്കപ്പെട്ട ശേഷം ലഭിച്ചതാണ്. അതുകൊണ്ട് പരിച്ഛേദനയാലല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. മൂന്നാമതായിട്ട് അതിന്റെ 13 മുതൽ 17 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്നതാകുന്ന വിഷയം, ന്യായപ്രമാണത്താലുമല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. പിന്നെയോ, ദൈവം അബ്രഹാമിനോട് ചെയ്തതാകുന്ന വാഗ്ദത്തം, അത് ആ ദൈവത്തെ, വാഗ്ദത്തം ചെയ്ത ആ ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. അതാണ് അവന് നീതിയായി കണക്കിട്ടത്. എന്നാൽ ന്യായപ്രമാണം ലഭിക്കുന്നത് അനേക വർഷങ്ങൾക്ക് ശേഷമാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ അതിന്റെ കാലക്കണക്ക് തന്നെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതെടുത്തൊന്ന് വായിച്ച് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. ഗലാത്യ ലേഖനം 3:17. പെട്ടെന്ന് നോക്കുക. പൗലോസ് അവിടെ പറയുന്നത് വാഗ്ദത്തത്താലാണ്, അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്താലാണ്, അല്ലെങ്കിൽ ആ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് അവനെ നീതീകരിച്ചത്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയം എംഫസൈസ് ചെയ്യുമ്പോൾ, ഒന്ന്, പരിച്ഛേദന അതിന് ശേഷം വന്നു. 2, ന്യായപ്രമാണവും അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഒന്നിനാലുമല്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടതെന്ന് താൻ അവിടെ തെളിയിക്കുക. ഇനിയും ആ മൂന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പ്രവേശിക്കാം. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ, അതിന്റെ 17 മുതലുള്ളതാകുന്ന വാക്യത്തിൽ ഞാൻ ഈ ഭാഗം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുക. നമുക്ക് ഈ പറഞ്ഞ ഔട്ട്ലൈനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് ആ കാര്യം ഗ്രഹിപ്പാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചാൽ അത് ചെയ്യാവുന്നതാണ്. എന്നാൽ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിന്റെ 17 മുതൽ 22 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടതെന്ന് താൻ വളരെ പോസിറ്റീവായിട്ട് തെളിയിക്കുകയാണ്. സ്തോത്രം. ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് താൻ പറയുമ്പോൾ, ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ വേദഭാഗം മാത്രം നമുക്ക് പെട്ടെന്നൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. നമ്മുടെ ഇടയിൽ ഒരുപാട് അബദ്ധ ധാരണകളൊക്കെയുണ്ട്. എന്നാൽ ഈ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വിശ്വാസം എന്താണെന്നുള്ളത് അവിടെ നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിയും. ഇവിടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ, ഇൻ അതർ വേർഡ്സ്, പോൾ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ റീസണബിൾനെസ് ഓഫ് ഫെയ്ത്ത്. എനിക്കറിയാം, ഞാൻ വിശ്വാസത്തിന്റെ റീസണബിൾനെസ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ആണെന്ന് ഒരു പക്ഷേ നമുക്ക് ആദ്യം തോന്നും, ഒരു സർപ്രൈസാ. അതായത് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിക്ക് അപ്പുറമാണ്, യുക്തിക്ക് അപ്പുറമായി പോകുന്നത് ആ വിശ്വാസം, യാതൊരു സംശയവുമില്ല. എന്നാൽ വേദപുസ്തക പ്രകാരമുള്ള വിശ്വാസം തികച്ചും യുക്തിസഹമാണ് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ് വേദപുസ്തക പ്രകാരമുള്ള വിശ്വാസം അല്ലെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസം യുക്തിസഹമായിരിക്കുന്നത്? ആ ഭാഗം നമുക്ക് വളരെ പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാം. ദയവായിട്ട് നിങ്ങളൊന്ന് വായിക്കണം. ആ ഭാഗം മാത്രം ഒന്ന് വായിച്ച് നമ്മൾ വിശദീകരിച്ച് ഇന്ന് അവസാനിപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ആ ആ ആ യെസ് ആ യെസ് ആ ആ ആ യെസ് ആ യെസ് ആ യെസ് യെസ്. നോക്കുക, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അബ്രഹാം എന്തുകൊണ്ടാണ് ദൈവത്തെ വിശ്വസിച്ചത്? എന്താണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആധാരം? അവിടെ അതാണ് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആലോചിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചില ചിന്തകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല വേദപുസ്തകത്തിലെ വിശ്വാസം, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നയാള് വിശ്വാസയോഗ്യനാണോ അല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാ ദൈവം. 2, ദൈവം ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുന്നവനാ. മറ്റു വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചപ്പോൾ ഒന്ന്, ദൈവത്തിന്റെ ശക്തി അവന് നന്നായിട്ട് അറിയായിരുന്നു. എന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുന്ന ദൈവം അവിടുന്ന് പറയുന്ന കാര്യം ചെയ്യാൻ കഴിയുന്നവനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. 2, ചെയ്യാൻ കഴിയുന്നവനാണെന്ന് മാത്രമല്ല, ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ ചെയ്യുന്ന ഒരു ദൈവമാണ് താൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവനെയാണ് താൻ വിശ്വസിച്ചത്. അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ വളരെ റീസണബിളാ. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വളരെ യുക്തിസഹമാണ്. ഇവിടെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. അവിടെ പറയുന്ന വിഷയം ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ ശക്തിയെ, ദൈവം എത്രത്തോളം ശക്തിയുള്ളവനാണെന്ന് തെളിയിക്കുവാൻ 2 കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അബ്രഹാം വിശ്വസിച്ച വ്യക്തി, ഒന്ന്, അവൻ അതിന്റെ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് ആ ദൈവം. ഹി ഈസ് ദ ഗാഡ് ഓഫ് റിസറക്ഷൻ. 2, അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവനാണ്. ഹി ഈസ് ദ ഗാഡ് ഓഫ്
ക്രിയേഷൻ. പ്രിയമുള്ളവരെ, ഈ രണ്ട് പ്രശ്നങ്ങളാണ് അബ്രഹാമിനെ കുറിച്ച് അവിടെ തുടർന്ന് വിവരിച്ചേക്കുന്നത്. പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അനേക സന്ദർഭങ്ങളിൽ കർത്താവിന്റെ ആ ശക്തിയെക്കുറിച്ച് വിശുദ്ധന്മാരെ, വിശേഷിച്ച് യെരമ്യാവ് ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് യെരമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ യെരമ്യാവിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. 32-ാം അധ്യായം യെരമ്യാവിന്റെ പ്രവചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, 16-17 വാക്യങ്ങളിൽ. അത് മറ്റൊന്നുമല്ല, ഒരു പ്രത്യേക സെയിൽ ഡീഡ് ഉണ്ടാക്കി ബാരൂക്ക് എന്ന് പറയുന്ന തന്റെ സെക്രട്ടറിയുടെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്ത കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളതല്ല. ഇത് ദൈവം പറഞ്ഞതുകൊണ്ട് യെരമ്യാവ് ചെയ്തു. എന്നിട്ട് യെരമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെ ഒരു വാചകം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇങ്ങനെയാണ്, അതായത് സോവറിൻ ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ അഭിസംബോധന ചെയ്ത് താൻ പ്രാർത്ഥിക്കുമ്പോൾ, നത്തിങ് ഈസ് ടു ഹാർഡ് ഫോർ യു, നിനക്കൊന്നും അസാധ്യമല്ലല്ലോ എന്ന് ദൈവത്തോട് പറയുന്നു. ഒന്നാമതായിട്ട് ഇവിടെ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് പറയുക. ഒന്ന്, താഴോട്ട് അബ്രഹാമിന്റെ ആ പ്രസന്റ് സിറ്റുവേഷൻ, അതിനെക്കുറിച്ച് പൗലോസ്ലീഹ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം പറയുമ്പോഴും ദൈവം അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കും. അങ്ങനെ പറയുമ്പോൾ അതിനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ ഇരിക്കുമ്പോൾ സൃഷ്ടിക്കുന്ന ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. രണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. പൗലോസ് എഫെസോസിലുള്ളതാകുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതേ കാര്യമാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ താഴോട്ട് പറഞ്ഞു വരുന്നത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് പറഞ്ഞേച്ച് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, യേശുവിനെ മാത്രമല്ല ദൈവം ഉയർപ്പിച്ചത്, പിന്നെയോ അതിക്രമങ്ങളിലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ഉയർപ്പിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവമക്കളായി തീർന്നു എന്നത് തന്നെ നമ്മുടെ ദൈവം വിശ്വാസയോഗ്യനാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാ. ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലാതെ ആരെങ്കിലും പറഞ്ഞു തന്ന ചില ഫിലോസഫിയോ ചില കാര്യങ്ങൾ ആവർത്തിച്ച് ഉരുവിട്ട് പറയുന്നതിനാലോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഗർഭം ധരിച്ചു വെച്ചേച്ച് 10 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നതോ ഒന്നുമല്ല. എന്റെ പ്രിയരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം നമ്മിലല്ല, പിന്നെ ആരെ വിശ്വസിക്കുന്നോ അവനിലാണ് സകലവും നിലനിൽക്കുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ദൈവവചനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാല് ദൈവത്തിന്റെ ആ കരുണയും ദൈവത്തിന്റെ പ്രവർത്തികളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോഴേ, ഞാൻ ദൈവവചനം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഇല്ലസ്ട്രേഷൻ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് കാരാഗ്രഹത്തിലായി കഴിഞ്ഞപ്പോഴ് സഭ എന്തോ ചെയ്തിരിക്കുകയായിരുന്നു, ശ്രദ്ധയോടെ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പത്രോസ് ഡോറെ വന്ന് മുട്ടിയപ്പം വേലക്കാരി ചെന്ന് വാതിൽ തുറന്നു നോക്കിയേച്ച് പെട്ടെന്ന് ഓടി പുറത്തെ വാതിൽ തുറക്കാതെ, സെക്കൻഡ് ഡോർ തുറക്കാതെ അകത്തോട്ട് ഓടി വന്ന് അവരോട് പറഞ്ഞു, പത്രോസ് വാതിൽക്ക് നിൽക്കുന്നു. ഉടനെ അവര് പറഞ്ഞെന്നറിയോ, നീ എന്നായി പറയുന്നേ,
അവന്റെ ദൂതനായിരിക്കും. പക്ഷെ സഭ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വല്ലതും സങ്കല്പിച്ച് ഉണ്ടാക്കിയത് കൊണ്ടാണെന്നൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുതേ. അതല്ല. ദൈവം ചെയ്യുന്ന സകലത്തിന്റെ ആധാരം ദൈവത്തിലാണ്. നമ്മുടെ മാക്സിമം ഇത്രയേ ഉള്ളൂ, അല്ലേ? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുകഴാനും ഞാൻ വിശ്വാസത്താൽ നേടിയെന്നും ഒക്കെ പറയാനായിട്ട് ഒന്നുമില്ല. ദൈവത്തിന്റെ കരുണയും കൃപയും ഒന്ന് മാത്രമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ആ ആശയ്ക്കെതിരെ ആശയോടെ താൻ വിശ്വസിച്ചു എന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ, അബ്രഹാം ഒരു ഫാന്റസി ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണെന്നല്ല പൗലോസ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്നാ പറഞ്ഞേക്കുന്നത്? അബ്രഹാം വളരെ റിയാലിറ്റി ഫേസ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ശ്രദ്ധിച്ചേ, ആ വാക്യം പെട്ടെന്നൊന്ന് വായിച്ച അതിന്റെ 19 അതിന്റെ 18 അവസാനവും 19, 20 വാക്യങ്ങളൊന്ന് വായിച്ചേ. യെസ് 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 നോക്കിയേ, അവിടെ നമ്മൾ വായിക്കുന്നത് ആ പെയിൻഫുൾ റിയാലിറ്റീസ് അതിനെ ഫേസ് ചെയ്യുകയായിരുന്നു, അല്ലാതെ അത് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പലപ്പോഴും ഇന്ന് പഠിപ്പിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിശ്വാസത്തിന്റെ വാക്കൊന്നും പറയാതെന്നേ നോ, അങ്ങനെയല്ല. അബ്രഹാമിന്റെ വിശ്വാസം അതൊന്നും അല്ലായിരുന്നു. ഈ സ്വപ്ന ലോകത്തിൽ ഒരു ഫാൻസിഫുൾ ലോകത്തിലൊന്നും അബ്രഹാം ഇങ്ങനെ ജീവിച്ചുകൊണ്ട് അങ്ങ് പോകുന്നതല്ലായിരുന്നു. റിയാലിറ്റിയെ ഫേസ് ചെയ്തുകൊണ്ട് ഇതങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെങ്കിൽ അവൻ എന്ത് ചെയ്തു? ആ ദൈവത്തിന് ഇവിടെയാണ് ഇന്നത്തെ വിശ്വാസവും വേദപുസ്തകത്തിലെ വിശ്വാസവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ഈ വിശ്വാസത്തിന്റെ സവിശേഷത, the more you trust in God, God is glorified. നാം ദൈവത്തിൽ ആശ്രയിക്കുന്തോറും മഹത്വം ആർക്കാന്നറിയാമോ? ദൈവത്തിനാ മഹത്വം വരുന്നത്. എന്നാൽ ഇന്നത്തെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ വിശ്വാസത്താൽ നേടിയതിനെ കുറിച്ചാ പലരും പറയുന്നത്. ആർക്കാ മഹത്വം? സെൽഫ് പ്രൊമോഷനും സെൽഫ് ഗ്ലോറിഫിക്കേഷനുമാണ് ഇന്നത്തെ പല വിശ്വാസത്തിന്റെ പ്രവാചകന്മാരും പറയുന്നത്. എന്നാൽ വിശ്വാസികളുടെ ബഹുജാതികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അവൻ റിയാലിറ്റി ഫേസ് ചെയ്തു. സ്വപ്നലോകത്തൊന്നും ജീവിക്കുകയല്ല, ആ റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോഴും അവൻ എന്ത് ചെയ്തു? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. ഒന്ന്, ദൈവം പറഞ്ഞത് ചെയ്യാൻ കഴിവുള്ളവനാ. രണ്ട്, അത് പറഞ്ഞതുപോലെ ചെയ്യാൻ തക്കവണ്ണം വിശ്വസ്തനാണ് ദൈവം. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവഹിതപ്രകാരം ദൈവം വ്യക്തമായും ദൈവജനത്തോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, ആരും എന്തെങ്കിലുമൊക്കെ അവരുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞേച്ചു പോകുന്നത് ദൈവം പറഞ്ഞതാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. ദൈവം വളരെ വ്യക്തമായും ദൈവജനത്തോട് സബ്ജക്ട് ടു ഗാഡ്സ് വിൽ, ദൈവഹിതത്തിന് അടിയിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഇന്നും ഇപ്പോഴും സംസാരിക്കും. ഇന്ന് രാവിലെയും ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴും ഒക്കെ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ ഇന്നും ദൈവത്തിന്റെ ശബ്ദം കേട്ടാച്ചാ ഇങ്ങോട്ട് വന്നേക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം സംസാരിക്കും. അങ്ങനെ ദൈവം ചില സന്ദർഭങ്ങളിൽ
വളരെ സ്പെസിഫിക്കായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾക്ക് നമ്മളായിരിക്കുന്ന നിലപാടുകൾ മറ്റാരും അറിയാതിരിക്കുമ്പം ദൈവം വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, അങ്ങനെ ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, അത് പറഞ്ഞ കാര്യം ദൈവം ചെയ്യാൻ ശക്തിയുള്ളവനാണെന്ന് മാത്രമല്ല, അത് ചെയ്യാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനുമാണ്. അതുകൊണ്ട് നമ്മുടെ ആശ്രയം എപ്പോഴും ദൈവത്തിലായിരിക്കണം, മനുഷ്യരിലാകരുത്, അവര് പറഞ്ഞ കാര്യങ്ങളിലുമാകരുത്. പലരും വന്ന് എന്തെല്ലാമാ പറയുന്നേ. ചിലർ വന്ന് പറയും ഇപ്പൊ ഒരു ബ്രാക്കറ്റ് പീരീഡ്. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എവിടാ ഇതൊക്കെ എഴുതിയേക്കുന്നത്? ഇപ്പൊ ഒരു ബ്രാക്കറ്റ് പീരീഡാണ്, പിന്നെ അത് കഴിയുമ്പോൾ ഇൻവേർട്ടഡ് കോമയുടെ പീരീഡ് വരും, സെമിക്കോളന്റെ പീരീഡ് വരും. നോ, എനിക്കറിയാം നമുക്കിതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുകയല്ലെന്നേ. പക്ഷെങ്കിൽ മനസ്സിലാക്കണേ, ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത്. അങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പം അത് പറഞ്ഞത് ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ഇനി അവസാനമായിട്ട് അതിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പൗലോസ് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇത് അബ്രഹാമിനെ വിചാരിച്ച് മാത്രമാണോ എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ല. 23 മുതലുള്ള വാക്യങ്ങൾ, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രം അല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിനെ നാം മനസ്സിലാക്കണം. അബ്രഹാമും പഴയ നിയമ വിശുദ്ധന്മാരും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മളൊരു പക്ഷേ ചിന്തിക്കും വിശ്വാസ ജീവിതം നയിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമാ വിശ്വാസ ജീവിതം നയിക്കാൻ ഏറ്റവും എളുപ്പം. കാരണം നമ്മൾ വേദപുസ്തകം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവര് വിശ്വസിച്ച ദൈവം എന്ത് ചെയ്തു എന്നുള്ളതും അതിന്റെ റിസൾട്ട് എന്താണെന്നും എല്ലാം വ്യക്തമായി എഴുതി ഒരു പുസ്തകം കയ്യിൽ തന്നിട്ടുണ്ട്. മാത്രമല്ല, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം ഏൽപ്പിച്ചു തരികയും ചെയ്തു. എന്നാൽ അബ്രഹാം ജീവിച്ചിരുന്ന കാലം അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു പ്രസിഡന്റ് ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല. ആദ്യം ഇറങ്ങി പുറപ്പെടുകയാ, മുന്നോട്ട് നോക്കാൻ ഒന്നുമില്ല. ദൈവം പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുൻപോട്ട് പോകുകയാ. എന്നാൽ ഇന്ന് നമ്മൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിൽ മാത്രമല്ല, പിന്നെയോ സ്വന്തം പുത്രനെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർത്ത് കളയാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമുക്കും വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഇതാണ് 4-ാം അധ്യായത്തിന്റെ കൺക്ലൂഷൻ. അത് മറന്നു പോകരുത് കേട്ടോ. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്നത്, ആ വിശ്വാസം നീതിയായി അബ്രഹാമിന് കണക്കിട്ടതുപോലെ നമുക്കും നീതിയായിട്ട് കണക്കിടാൻ വേണ്ടി നമ്മെ ഉദ്ദേശിച്ചാണ്, നമ്മെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ കാര്യം എഴുതിയിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയും ആശ്വാസവും നമുക്കുണ്ടായി. ഈ നല്ലവനാകുന്ന ദൈവത്തെ, ഈ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള, ആശ്രയിക്കാൻ കൊള്ളാവുന്ന, ചാരാൻ കൊള്ളാവുന്ന, പറഞ്ഞത് ചെയ്യാൻ കഴിവുള്ളവനും പറഞ്ഞത് ചെയ്യാൻ സന്നദ്ധതയുള്ളവനുമാകുന്ന ഒരു ദൈവത്തെ നാം വിശ്വസിക്കുമ്പോൾ അത് നമുക്ക് നീതിയായി കണക്കിടുന്നു. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, അവനിൽ നമുക്ക് ചാരാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.